ഞാൻ ചോദിക്കട്ടെ, ആ മുത്തുനബിയാണ് ആദം നബിയുടെ എല്ലാ അമ്പിയാക്കളുടെ നേതാവ് എങ്കിൽ ആ നേതാവിനെ പ്രസവിച്ചു പോയ പ്രിയപ്പെട്ട ഉമ്മ ബീവി ആമിന മുസ്ലിമത്തല്ലത്രേ, കാഫിറത്താണ്, കാഫിറത്തായി മരിച്ചു. മുത്തുനബിയുടെ ബാപ്പ അബ്ദുള്ള എന്നവൻ മുസ്ലിമല്ല. ഇത് പറഞ്ഞ ശൈത്താൻ, അവനാണ് നബിദിനം അനിസ്ലാമികമെന്ന് പറയുന്നത്. ഇവിടെയാണ് മുസ്ലിമീങ്ങളെ നമ്മൾ ഓർക്കേണ്ടത്. ഒരു അനിസ്ലാമികമെന്ന് കേൾക്കുമ്പോൾ മാത്രം ചെണ്ടയെടുക്കുന്ന, അല്ലെങ്കിൽ മുട്ടാൻ വല്ലതുമുണ്ടോ നോക്കുന്ന ഒരു ചുറ്റുപാട്. അതിനു മുമ്പ് എന്റെ കൂട്ടുകാരെ, മുത്തുനബിയുടെ ഉമ്മാനെ നരകത്തിലിട്ടിട്ടാണോ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നത്? കണ്ടോ, 6 വയസ്സോടടുക്കുന്ന സമയം റസൂലുള്ളാഹ് അവിടുന്ന് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ബാപ്പ ലോകത്തോട് വിട പറഞ്ഞില്ലേ? അവിടുന്ന് എന്തൊരു നല്ല വളർച്ചയാണ്. ആ പ്രസവിച്ച ഉടനെയുള്ള രാത്രിയുടെ ആ ഒരൊറ്റ രാത്രിയെക്കുറിച്ച് വലിയ വലിയ കിതാബുകൾ രചിച്ചുപോയ മഹാന്മാരുണ്ട്. ആ രാത്രിയെക്കുറിച്ച് വല്ലാതെ വർണ്ണിച്ചുപോയ മഹാന്മാരുണ്ട്. എന്നിട്ട് എവിടെയും എത്തിക്കാൻ കഴിയാതെ ഞാനൊന്ന് നിർത്തട്ടെ എന്ന് പറഞ്ഞ ആളുകളില്ലയോ? فهبلي في مدينته قرارا ورزقا ثم دفنا بالبقيع. ഈ പാവപ്പെട്ടനിക്ക് അവസാനമായി മദീനയിൽ ജന്നത്തുൽ ബഖീഇൽ ഒരു മൂല ലഭിക്കുമോ? ഒരു മൂല ലഭിക്കുമോ? ആശയുണ്ട് തങ്ങളെ, സന്തോഷിച്ച് നടക്കുകയാണ് നബിയേ. വല്ലാത്ത കൊതിയുണ്ട് നബിയേ, വല്ലാത്ത കൊതിയുണ്ട് നബിയേ. എത്ര ആളുകളാ പറഞ്ഞു എവിടെയും എത്തിക്കാതെ നിർത്തിപ്പോയത്. ഞാനിവിടെ പറയുന്നത് ഒന്ന് കേട്ടോളൂ ജപ്പാനികന്മാരെ, പ്രായമുള്ള പിതാക്കളെ. മുത്തുനബിക്ക് 6 വയസ്സോടടുക്കുകയാണ്. 5 വയസ്സ് കഴിഞ്ഞു. നല്ല തന്റെ ഇടമുള്ള കുട്ടി. അവിടുന്ന് എന്തെന്നല്ലാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ കാണിക്കുന്നോ, ചിരിക്കുന്നോ, കളിക്കുന്നോ. ഉമ്മാന്റെ ചാരത്ത് വന്ന് യാ ഉമ്മത്താ, എന്താണ് മോനെ, എത്ര ചെറുപ്പമാണ്, 6 വയസ്സാവുന്നേ ഉള്ളൂ. ഉമ്മയുടെ അരികിൽ വന്ന്, വീടിന്റെ അരികിൽ വന്ന് ഉമ്മാനെ ഒന്ന് വിളിച്ചുകൊണ്ട് ഉമ്മ എന്ന് വിളിച്ചപ്പോൾ, പടച്ചവനെ, എന്റെ കുട്ടി എവിടെ നിന്നാ വിളിക്കുന്നത്? ഓടി വന്നതാ ഉമ്മ വാതിൽ തുറക്കുന്നു. അത്ഭുതകരമായ കാഴ്ചകൾ. കുട്ടി ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്? കുട്ടി എന്താണ് ചെയ്യുന്നത്? എന്തൊരു അത്ഭുത ബാലനാണ്! ഈ കുട്ടിയുടെ അത്ഭുതകരമായ രംഗമെന്ന് കണ്ടപ്പോ ആമിന ബീവി കരഞ്ഞുപോയി. ആമിന ബീവി തേങ്ങി കരഞ്ഞുപോയി. തന്തോടമുള്ള കുട്ടി അടുത്തടുത്ത് ചെന്നുകൊണ്ട് ഉമ്മാന്റെ കണ്ണിൽ ഒടുകുന്ന വെള്ളം, ആ കണ്ണുനീര് തുടച്ചിട്ട്, ഉമ്മാ, എന്റെ കളിയും ചിരിയും എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലയോ? ജീവിതത്തിൽ എന്റെ ബാപ്പയെ കാണാൻ അല്ലാഹു തൗഫീഖ് തന്നില്ല. ഉമ്മ, എനിക്കൊരു ജ്യേഷ്ഠനില്ല, അനുജനില്ല, പെങ്ങളില്ല. എനിക്കുള്ളത് എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മാന്റെ മുന്നിലല്ലേ കളിക്കാൻ എനിക്ക് ഉള്ളൂ. വേറെ ആരുടെ മുന്നിലാ കളിക്കാനുള്ളത്? എന്റെ ചിരിയും കളിയും എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലയോ എന്നങ്ങ് പറഞ്ഞപ്പോ, അല്ല മോനെ, അതുകൊണ്ടല്ല ഞാനങ്ങ് കരഞ്ഞുപോയത്. നിങ്ങളുടെ ഈ മുഖപ്രസന്നത, നിങ്ങളുടെ ഈ സന്തോഷകരമായ രംഗം ഞാനങ്ങ് കണ്ടപ്പോൾ പെട്ടെന്ന് കരഞ്ഞുപോയത്. മോനെ, നിങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പ് ബാപ്പ മാസങ്ങൾക്ക് മുമ്പ് ബാപ്പ ജോലിക്ക് വേണ്ടി നിങ്ങളെ പ്രസവിക്കുമ്പോഴേക്കും വല്ലതും സമ്പാദിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മോനെ നിങ്ങളുടെ ഉപ്പ പോയതാ. ആ ഉപ്പ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആ ഉപ്പ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങളുടെ കളിയും ചിരിയും നിങ്ങളുടെ ഉപ്പാക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അത് ഓർത്തുകൊണ്ടാ കരയുന്നത്. ഉടൻ തന്നെ കുട്ടിയുടെ മറുപടി, യാ ഉമ്മത്താ, എന്റെ ഉമ്മ, എന്റെ ഉപ്പാന്റെ ഖബറ് എവിടെയാണ്? എന്റെ അനുജാ പൊട്ടുന്ന മനസ്സോട്
6 വയസ്സുള്ള കുട്ടി ഉമ്മാന്റെ കണ്ണീര് തുടച്ചു കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, ഉമ്മാ, എന്റെ ഉപ്പയുടെ ഖബർ എവിടെയാ? ആമിന ബീവി റളിയല്ലാഹു അൻഹ, പഠിച്ചവനെ, എന്റെ പൊന്നുമകനോട് എന്ത് പറയും? അവിടുന്നതാ തരിച്ചു നിൽക്കുന്നു. ഒരു നീണ്ട സംഭവം നമുക്ക് ചുരുക്കാം. ആ കുട്ടിയുടെ കൈപ്പിടിച്ചുകൊണ്ട് പോകുകയാണ് മദീനയുടെ പരിസരത്തേക്ക്. വാപ്പ കിടക്കുന്ന ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട്, യാ ബുനയ്യാ, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, ഈ കിടക്കുന്നതാണ് ഉപ്പയുടെ ഖബർ, ഇവിടെയാണ് ബാപ്പയുടെ ഖബർ. ആ ഖബറിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് തന്റെ ഇടമുള്ള കുട്ടി കണ്ണീരൊടുക്കിയിട്ട്, ഉപ്പാ, ഉപ്പാ, കേട്ടോളൂ മുസ്ലിമീങ്ങളെ, റസൂലുള്ളയാണ്, നമ്മുടെ ചർച്ച റസൂലുള്ളയാണ്, നമ്മുടെ ഉപ്പാപ്പയാർ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. പുന്നാര മുത്തുനബി ഉപ്പായെന്ന് വിളിച്ചപ്പോ ആ ഖബറിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ഈ കുട്ടിയതാ വല്ലാത്ത കരച്ചിൽ. ആ കുട്ടിയുടെ കരച്ചിൽ കൂടിയപ്പോ ഉമ്മ വന്ന് മെല്ലെ കൈപ്പിടിച്ച് പിഞ്ചു പൈതലിന്റെ കണ്ണീര് തുടച്ചിട്ട്, മോനെ കരയണ്ട, ഉമ്മയുണ്ടല്ലോ. ബാപ്പയില്ലാത്ത വിഷമം ഉമ്മ കാണിക്കില്ല, എന്റെ കുട്ടിയെ പൊന്നുപോലെ നോക്കിക്കളയും. മോനെ, ഉമ്മയുള്ളപ്പോ എന്തിനാണ് കരയുന്നത്? ആ പൊന്നുമകന്റെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മയതാ തിരിച്ചു വരുന്നു. നാട്ടിലേക്ക് അബ്ദുൽ മുത്തലിബിന്റെ അരികിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലേക്ക്, തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആ സമയത്ത് അവിടുന്ന് ചൊല്ലാത്ത രോഗമുണ്ട്, ശക്തിയായ പനി പിടിച്ച ഉമ്മ, ശക്തിയായ പനി പിടിച്ച ഉമ്മ അല്പമങ്ങ് എത്തി. ഒരു മരത്തിന്റെ ചുവട്ടിലേക്കങ്ങ് എത്തിയപ്പോ മോരെ, ഉമ്മാക്ക് നടക്കാൻ വയ്യാ, ഈ ഉമ്മാക്ക് നടക്കാൻ വയ്യാ, വല്ലാത്ത പനിയുണ്ട് മോനെ, ശക്തിയായ പനിയുണ്ട് കരളെ, ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ, അല്പം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ചെറുപ്പക്കാരെ, തന്റെ ഇടമുള്ള കുട്ടി 2 കാലതാ നീട്ടിവെച്ച് ഉമ്മാന്റെ തലയങ്ങോട്ട് പൊക്കി ആ പൊന്നുമകന്റെ മടിയിൽ കൈവച്ചുകൊണ്ട് ഉമ്മാന്റെ ചുണ്ടത്ത് ചുംബിച്ചിട്ട് ഉമ്മാന്റെ ചുണ്ടത്ത് മുത്തം വെച്ചുകൊണ്ട് ഉമ്മാ, ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ, ബാപ്പ മരിച്ചുപോയി, ഉപ്പാര് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു വേള ഈ ഉമ്മ മരിച്ചാൽ, ഒരു വേള ഉമ്മ മരിച്ചാൽ എന്റെ കരളെ, ഉമ്മാനെ മറക്കരുത് മോനെ, ഉമ്മയെ മറക്കരുത്, നിങ്ങളുടെ ബാപ്പയെ മറക്കരുത്. ഇതങ്ങോട്ട് പറയുമ്പോ ആ കുട്ടി പ്രിയപ്പെട്ട ഉമ്മയെ ഖബ്ബലതുഹു, ഖബ്ബലഹാ, ഖബ്ബലഹാ, ഉമ്മാനെ അടച്ചുകൂട്ടി. ഉമ്മാ, ബാപ്പയെ ജീവിതത്തിൽ കണ്ടില്ല, എന്റെ ഉമ്മയും എന്നോട് വിട പറയുന്നുവോ? എനിക്കൊരു ജ്യേഷ്ഠനില്ലല്ലോ, ഒരു പെങ്ങളില്ലല്ലോ. ഉമ്മ, എനിക്കാരാണ് ഉള്ളത്? ഉമ്മ, എനിക്കാരാണ് ഉള്ളത്? ആ പൊന്നുമ്മയുടെ കവളത്തെ ചുംബനം മർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയെ മാടി വിളിച്ച് കണ്ണീരെടുക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പ്രിയപ്പെട്ട ഉമ്മയതാ ലോകത്തോട് വിട പറയുന്നു. സാധുവായ പിഞ്ചു പൈതല്, 6 വയസ്സോടടുത്ത പിഞ്ചു പൈതല്, ആരുമില്ലാത്ത കുട്ടി, ഉമ്മയും ബാപ്പയുമില്ലാത്ത കരളും ജ്യേഷ്ഠനും പരിചനും പെങ്ങളുമില്ലാത്ത പാവപ്പെട്ട കുട്ടി മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ മുഖത്ത് നോക്കി തേങ്ങി തേങ്ങി കരയുമ്പോൾ കൂടെയുള്ള പെൺമ കരയണ്ട മോനെ, ഉമ്മയില്ലാത്ത വിഷമം വരില്ല മോന്റെ ജീവിതത്തിൽ, പൊന്നുപോലെ നോക്കിക്കളിയും. ഉപ്പാപ്പ കാത്തിരിക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പയുടെ അരികിലേക്ക് പോകാം. എന്റെ റസൂലുള്ളയാകുന്ന കുട്ടിയുടെ മടിയിൽ കിടന്നുകൊണ്ട് മോനെ, ഉമ്മാനെ മറക്കരുത് എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ ബീവി ആമിന
റളിയല്ലാഹു അൻഹാ. ആമിന ബീവിയുടെ പേര് കേൾക്കുമ്പോ 24-ാമത്തെ വയസ്സിൽ 4 മദ്ഹബിലെ മുഫ്തിയാകാൻ ഭാഗ്യം ലഭിച്ച പാണ്ഡിത്യത്തിന്റെ നിറകുടമായ അഹ്മദ് കോയ ശാരിയാത്തി നവ്വറല്ലാഹു മർക്കദഹു, വലിയ വലിയ പണ്ഡിതന്മാർ, മഹാനായ മമ്പുറത്തെ തങ്ങൾ, ഖുതുബുസ്സമാൻ തങ്ങൾ 500 കൊല്ലം മുമ്പ് ദീനം തന്നെ കാണിച്ചു തന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ആമിന ബീവിയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹാ അവരതാ തെറവിയത്ത് ചൊല്ലുന്നു. ഈമാനുള്ള മുസൽമാൻ, നബിദിനം അനിസ്ലാമികമെന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ചോദിച്ചോളൂ ചെറുപ്പക്കാരെ, മുത്തുനബിയുടെ ഉമ്മയെക്കുറിച്ച്. ആ ഉമ്മ നരകത്തിലാണ്, ആ ഉമ്മ നരകത്തിലാണ്. ആമിന എന്നവൾ മുസ്ലിമത്തല്ല, ആമിന എന്നവൾ കാഫിറത്താണ്. ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ല, കാലാകാലവും ആമിന നരകത്തിലാണ്. മഅദല്ലാഹ്, ആ ദുഷ്ടശക്തികളിൽ നിന്ന് നമ്മുടെ സന്താന പരമ്പരകളെ അല്ലാഹു കാക്കുമാറാവട്ടെ.